ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചെമ്മീൻ പോള തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചെമ്മീൻ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വലിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ ചെമ്മീൻ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയാണ്. ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയാണ്. അതും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ ചെമ്മീനിലൊക്കെ നന്നായിട്ട് തന്നെ ഈ മസാല പിടിക്കുന്നത് വിധം വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊടിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് പാല് കൂടിയാണ്. അതും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് മൈദ കൂടിയാണ്. അതും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ട 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ ഈ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ചെമ്മീനൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ നമ്മുടെ ചെമ്മീൻ മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ഈ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മുഴുവൻ ചെമ്മീനും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ചെമ്മീന് ഓവർ ഹാർഡാക്കാതെ തന്നെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്കൊന്ന് മാറ്റി വെക്കണം. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ചെമ്മീനിൽ നിന്ന് ഒരു 1/2 പോർഷൻ എടുത്ത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ മസാലയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെക്കുക. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ച അതേ ഓയിലാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച 2 വലിയ സവാള ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ നീളത്തിൽ തന്നെയാണ് സവാള കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ ഉള്ളിയുടെ ഈ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കളറൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. അതും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഇനി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ ഈ മസാലയൊക്കെ ഈ സവാളയിൽ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച നമ്മുടെ ചെമ്മീൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടിയാണ്. അതും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ചെമ്മീനിലൊക്കെ ഈ മസാലയൊക്കെ ഒന്ന് മിക്സ് ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ബ്രഷ് വെച്ച് അത് നന്നായിട്ട് തന്നെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ ഞാനിവിടെ മുഴുവൻ ബാറ്ററും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇതാ ഇപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് തുറന്നു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ ചെമ്മീൻ മസാല ഇതിലേക്കൊന്ന് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതാ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ മുഴുവൻ ചെമ്മീൻ മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച നമ്മുടെ ചെമ്മീൻ പീസസ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെമ്മീൻ പീസസൊക്കെ നന്നായിട്ട് തന്നെ ഈ മാവിലേക്കൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിരലിലേറ്റൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതാ ബാക്കിയുള്ള ചെമ്മീനൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വീണ്ടും ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പോളയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചെമ്മീൻ പോള വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.